ഈ ഇലക്ഷൻ തീർന്നു പോയതിൽ ഞാൻ അങ്ങേറ്റം സങ്കടപ്പെടുന്നു. കാരണം ഇത്തരത്തിലുള്ള കോമഡികൾ തുടരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ചക്ക വെച്ചൊരു അഭ്യാസം കാണിച്ചു. ചക്ക മറ്റേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കക്കുട്ടന്മാരെയൊക്കെ ഇറക്കിയതിന് കിറ്റക്സ് സാബു സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ തൃക്കാക്കരയിൽ ഇവന് എന്താ വല്ല ഭൂരിപക്ഷം വന്ന് ഞാനവിടെ താമസം പറഞ്ഞു. എന്നിട്ട് ഇവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളയുന്ന വടിയിട്ട് ചുഴറ്റുന്ന ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കംപ്ലൈന്റ് ആണ്. പെട്ടെന്ന് ചികിത്സിച്ചാൽ മാറും. നമ്മളൊരു അലൻ ജോസ് പെരേരയോ നാറാട്ടെണ്ണനായി മാറിയാൽ പിന്നെ നമുക്ക് എന്തും പറയാം. ദൈവത്തിന് അറിയാലോ കാര്യം എന്താണ്. അതുകൊണ്ട് ദൈവം ആ പാപം ചെയ്യാൻ സമ്മതിച്ചില്ലെന്നാണ്. അത് പുള്ളി വിളിക്കുന്നതാണ്. സർ, 2020 കാൻഡിഡേറ്റ്സ് നടത്തുന്ന പ്രചരണത്തെയൊക്കെ എങ്ങനെ നോക്കുകയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം അഖിൽമാരൊക്കെ പറയുന്നത് RSS ഒന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം പള്ളി പോലും ബാക്കി കാണില്ല എന്നാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കമന്റ് നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചില വേതാളങ്ങളെ ഏതോ വലിയ സംഭവമാക്കി ആളുകളൊക്കെ കാണുന്നുള്ള ഈ അഖിൽമാരെയൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കണ്ടായില്ല. വെറുതെ നമ്മളതൊക്കെ ശരിക്കും അവഗണിച്ച് അവയ്ക്കോടെ തള്ളിക്കളയേണ്ട കേസ് അതിട്ടാണ്. കാരണം ഒന്ന് ആദ്യത്തെ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പം പല ചാനലുകളും വന്നിരുന്ന് പല ഡയലോഗൊക്കെ കൊടുക്കും. ഇവനൊക്കെ ആരാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഒന്നിനെ കുറിച്ച് ഒരു സാമാന്യം ബോധമില്ല. ഇവൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പേഴ്സണൽ കമൻറ്റ് തന്നെ എടുക്കുക. അതായത് ബിഗ് ബോസിൽ പോവുക എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസിൽ പോണതിനേക്കാളും ഭേദം ലുലു മാളിൽ നിന്ന് തുണി പൊക്കി കാണിച്ചാൽ പോലെ ചോദിക്കണം. മനസ്സിലായി? ഇപ്പോൾ ഒരാൾ അല്ല ഞാൻ പറയണത്, ഒരാൾ പറയണേ ബിഗ് ബോസിൽ പോകുക ഇപ്പോൾ രതീഷ് ചക്രവർത്തി എടുക്കും. രതീഷ് ചക്രവർത്തി ബിഗ് ബോസിൽ പോകില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അല്ല അവിടെ അവസാനിപ്പിച്ചപ്പോൾ അത് അത്ര വൃത്തിയുടെ കാര്യമില്ല. ഞാൻ തൽക്കാലം പോകുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ആ തീരുമാനം മാറ്റാം. രണ്ടാമത്തത് പറയുന്ന ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ഭേദം ലുലു മാളിൽ ചെന്ന് തുണി പൊക്കി കാണിക്കുന്നില്ലേതാണ്. എന്ന് പറഞ്ഞാൽ അത് തന്നെ എത്ര വൃത്തികേടാണ് നിങ്ങളതല്ല ആലോചിക്കണേ. ലുലു മാളിൽ ചെന്ന് തുണി പൊക്കി കാണിക്കുന്നത് അതിൻ്റെ ഗ്രാവിറ്റി താങ്കളൊന്നും ആലോചിക്കണം. ലുലു മാളിലോട്ട് നമ്മൾ നിൽക്കുന്നു, അപ്പോൾ ഒരാൾ ഫ്രണ്ട് ചെയ്യുന്നു തുണി പൊക്കി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വൃത്തികേടില്ലേ? നമ്മളിപ്പോൾ നാളെ പൈപ്പിൻ ചോട്ടിൽ നിന്നാണ് തുണി പൊക്കി കാണിക്കണമെങ്കിൽ അത്ര വൃത്തികേടില്ല. ലുലു മാളിൽ അത്രയും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആളുകൾ വരുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് തുണി പൊക്കി കാണിക്കുന്നതിനേക്കാൾ വൃത്തികേടാണ് ബിഗ് ബോസിൽ പോകുന്നതെന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഭേദം, തുല്യമാണെന്നല്ല, അതിനേക്കാൾ ഭേദം. എന്നിട്ടാണ് പിന്നെ ബിഗ് ബോസിൽ പോയി എന്ത് ചെയ്തത്? ബിഗ് ബോസിൽ പോയിട്ട് പുള്ളി സത്യത്തിൽ തുണി പൊക്കി കാണിച്ചു. മറ്റേ ശോഭയായിട്ടുള്ള ഇതും അവരുടെ ഈ പറയുന്ന പോലെ ഡ്രസ്സ് എടുത്ത് മറ്റേ വെള്ളത്തിലിടലും അത് തോണ്ടിയെടുക്കലും ഒക്കെ കാണിച്ചു. അങ്ങനെ പല പണികളൊക്കെ കാണിച്ചു. അതുകൊണ്ട് അഖിൽമാരൊന്നും നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഏതാ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യണ ആളുകളും എടുക്കണതാണ് അല്ലേ? അല്ല, സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ എന്താണ് അലൻ ജോസ് പെരേര ഇതുപോലെയൊക്കെ ആളുകളും ബ്രാൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ഇല്ലേ മറ്റേ സജീന്ന് എന്തോ പറഞ്ഞിട്ട് പാലായിലുള്ള ഒരാള് മനസ്സിലായി, അയാളും ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. യേശുദാസും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. വിജയ് യേശുദാസും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നാളെ ആരെ വീട്ടിൽ കയറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് വീട്ടിൽ കയറ്റാൻ പോകണം വിജയ് യേശുദാസിലേക്ക് അല്ലെങ്കിൽ യേശുദാസിലേക്ക്. കാരണം നമ്മൾ അതുപോലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ബ്രാൻഡ് ചെയ്യാം. ആ ബ്രാൻഡ് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മനസ്സിലായി? ജനങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് താങ്കൾക്കൊക്കെ അറിയാൻ പാടില്ലായിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ മഹത്തരമായ കാര്യമാണെന്നുള്ള ആഘോഷിക്കരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് അഖിൽമാരാണ്. പിന്നെ അഖിൽമാരാർക്ക് സത്യത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയൊരു സംഭവം കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറയാം. പക്ഷേ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അഖിൽമാരാർ എൻ്റെ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അഖിൽമാരാർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയത് അഖിൽമാരുടെ കലാശക്കൊട്ടിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ്. ആ ഡാൻസിനെ കുറിച്ച് ഈ ഇലക്ഷൻ തീർന്നു പോയതിൽ ഞാൻ അങ്ങേറ്റം സങ്കടപ്പെടുന്നു. കാരണം ഇത്തരത്തിലുള്ള കോമഡികൾ തുടരുമായിരുന്നു. അഖിൽമാരാർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയത് അഖിൽമാരുടെ കലാശക്കൊട്ടിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ചക്ക വെച്ചൊരു അഭ്യാസം കാണിച്ചു. ചക്ക മറ്റേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കക്കുട്ടന്മാരെയൊക്കെ ഇറക്കിയതിന് കിറ്റക്സ് സാബു സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ തൃക്കാക്കരയിൽ ഇവന് എന്താ വല്ല ഭൂരിപക്ഷം വന്ന് ഞാനവിടെ താമസം പറഞ്ഞു. ഏതാ വോട്ട് പിടിക്കൊന്നുമില്ല. ആളുകൾ ഇതൊക്കെ ഒന്ന് കണ്ട് രസിച്ചിട്ട് എന്ത് ചെയ്യും? അല്ലാതെ നാളെ ഈ പറഞ്ഞില്ലേ, പണ്ട് താങ്കളുടെ ഒരു സുഹൃത്ത് എന്നോട് തർക്കിച്ചിട്ടുണ്ട്. കണ്ടോ മറ്റേ രാഹുൽ മാങ്കൂട്ട് ഇട്ടേക്കണ മറ്റേ പോസ്റ്റിന് 40,000 ലൈക്ക് വന്നെന്നൊക്കെ പറഞ്ഞ്. ലൈക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടും. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഫേക്ക് ഐഡികളൊക്കെ വെച്ചിട്ടുള്ള ലൈക്ക് കിട്ടും. പക്ഷെ വോട്ട് ആർക്ക് കിട്ടുമെന്ന് വെച്ചാൽ വോട്ട് പിണറായി വിജയനും VD സതീശനൊക്കെ വോട്ട് കിട്ടും. മനസ്സിലായി? ലൈക്ക് ആർക്കായിരിക്കും? ലൈക്കൊക്കെ കിട്ടും. സോഷ്യൽ മീഡിയയിൽ ലൈക്കൊക്കെ കിട്ടും. അതുകൊണ്ട് ലൈക്കൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇവരൊന്നും വന്ന് മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിനേക്കാൾ വലിയ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം നടന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ രാധാകൃഷ്ണനെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയാണ്. ഇവിടെ 2020 അത് പോട്ടെ. റോബിൻ രാധാകൃഷ്ണൻ നോക്കുമ്പോൾ കുണ്ട്രയിൽ മത്സരിപ്പിക്കുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് അറിയാമോ? കുണ്ട്ര ജംഗ്ഷനിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പുള്ളിക്കൊന്നും പറയാനില്ല. പിന്നെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ജയിക്കില്ല അല്ല, രമേശ് പിഷാരടി പറഞ്ഞ് പിന്നെ മമ്മൂട്ടിനെങ്കിലും അറിയാമല്ലോ.
റോബിൻ രാധാകൃഷ്ണനൊക്കെ എനിക്ക് തോന്നുന്നില്ല മോദിയൊക്കെ ഇന്നുവരെ സംസാരിച്ചിട്ടുണ്ടെന്ന്. പുള്ളി എന്ത് ചെയ്യാണ്, പുള്ളി ഭാഗ്യത്തിന് അവിടെയൊന്നും പ്രചരണത്തിനും വന്നില്ലല്ലോ, പുള്ളി കുണ്ടറ ജംഗ്ഷനിലൊന്നും വന്നില്ല, കാരണം പുള്ളിക്കാരി ഇത് പോക്കാണത്. എന്നിട്ട് ഇവൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു വളയുന്ന വടിയിട്ട് ചുഴറ്റുന്ന ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കംപ്ലൈൻ്റ് ആണ്, പെട്ടെന്ന് ചികിത്സിച്ചാൽ മാറും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിനേക്കാൾ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇതിനേക്കാൾ വലിയ ദുരന്തം എന്ന് പറയുന്നത്. തൃപ്പൂണിത്തുറ സ്ഥാനത്ത് എവിടെ നിൽക്കട്ടെ, അത് എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അടുത്തൊരു സ്ഥാനാർത്ഥിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിര ഡി കൃഷ്ണ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ കൊടുത്തങ്ങ് വിട്ടേക്കണേണ്. പുള്ളിക്കാരി വന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിന്റെ മറ്റേ സ്റ്റെപ്പുകളുടെ വീതി കൂട്ടിയത് നരേന്ദ്രമോദിയാണ്. അത് ശരിയാണ്, ഒരു നിയമമൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ അടുത്ത വാചകങ്ങളൊക്കെയാണ് ഇവിടെയുള്ള അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും പാലും തൈരും മിൽക്കും ഇലക്ട്രിസിറ്റി എല്ലാം തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നാണം കെട്ട ആളുകൾ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റണമെന്ന് പറയണ. നമുക്ക് ഒരു ഗുണമുണ്ട്, നമ്മളൊരു അലൻ ജോസ് പെരേരയോ നാറാട്ടെണ്ണനായി മാറിയാൽ പിന്നെ നമുക്ക് എന്തും പറയാം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് BJPക്ക് വോട്ട്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്ന ആകെ പുള്ളിക്കാരി കണ്ടേക്കണ കേരളം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി ഇന്നുവരെ പുറത്തു പോയിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് പറയണത് പുള്ളിക്കാരി വേറൊരു സ്റ്റേറ്റിലും പോയിട്ടില്ല. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും പുള്ളിക്കാരി പോയിട്ടില്ല. സത്യത്തിൽ പുള്ളിക്കാരിയോട് ഞാൻ അറിഞ്ഞൊരു കാര്യം ഇവിടെ പറയാൻ പാടില്ല, പക്ഷെ എങ്കിലും ഞാൻ പറയണേ, പുള്ളിക്കാരിയോട് BJP ഭരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പറഞ്ഞ തമിഴ്നാടാണ്. പുള്ളിക്കാരി പോയേക്കണേ ഏതോ തമിഴ്നാട്ടിലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളു പോയിട്ടുള്ളു. വേറെ ഏതെങ്കിലും സ്ഥലത്ത് പുള്ളിക്കാരി പോയിട്ടുണ്ടാവില്ല. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ ഇതുവരെ BJP ഭരിക്കുന്നില്ലല്ലോ, അതാണ് പോയിന്റ്. അപ്പൊ ഇതൊന്നും പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൊണ്ട് പറയണല്ല. പാവങ്ങള് എന്തെങ്കിലും മണ്ടത്തിലൊക്കെ പറഞ്ഞങ്ങ് പോയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വാ നിറച്ചും ഡയലോഗായിട്ട് അങ്ങ് ഇറങ്ങിയേക്കണേ. അതായത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മണ്ടത്തരങ്ങൾ പറഞ്ഞ് സത്യം പറഞ്ഞ് ഇപ്പൊ ഇത്തവണ നോക്കിക്കോ BJPയുടെ വോട്ട് കുറയും. ആ വോട്ട് കുറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് 2020 ആയിരിക്കും. 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞാനൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട പ്രസ്ഥാനമാണ്. കാരണം ഒരു തവണ അവർ എന്നോട് ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞാണ്, എനിക്കത് കഴിഞ്ഞില്ല. 24 ന്യൂസിലൊക്കെ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് കിറ്റക് സാബു സാർ ഇങ്ങനെ ഒരു പണി കാണിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത് മടുത്തിട്ട് ഇനി അല്ല, അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഒരു തമാശ ഒരു കോമഡി ഇരിക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തേക്കണത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കേട്ട് ഞാൻ തലയെ കൈവച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇപ്പൊ കാനഡയിൽ ഇരുന്നിട്ടുള്ള ഒരു പെണ്ണും ഒരു ഭർത്താവും ഭാര്യയും, ഞാൻ പേര് പറയുന്നില്ല, അതുപോലെ നിരവധി ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ റീൽസ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ മണ്ടത്തരങ്ങളാണ് റീൽസ് ആവുക. അതായത് 2+2 എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ തെറ്റിക്കുന്നു, അതിൻ്റെ നിനക്ക് കണക്കറിയില്ല ബിഡ്ഡി എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ വലിയ റീച്ചാണ്, മനസ്സിലായി. അപ്പൊ അതുപോലെയുള്ള ഒരു കോമഡി ഷോ ആക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കിറ്റക് സാബുവിന് മാറിപ്പോയതാണെന്നാണ്. സാബു സാറിന് മാറിപ്പോയത് അല്ല, എനിക്ക് തോന്നണത് ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണോ എന്ന് പുള്ളി വിചാരിച്ചു, അല്ലെങ്കിൽ വല്ല അമ്മയിലേക്കോ സീരിയൽ അമ്മ പോലും അല്ല, നമ്മുടെ ആത്മയിലേക്കാണെന്ന് വിചാരിച്ചു. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞില്ല. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയെ പറ്റി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എങ്കിലും തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി ഞാനിപ്പോ കൂടുതൽ വിശദമാക്കുന്നില്ല. പേരിനൊപ്പം ജാതിപാലി വേണമെന്ന് നിർബന്ധം പിടിച്ചു. അല്ല, അത് പിന്നെ അവർ പറയുന്നതിൽ ഒരു ലോജിക് ഉണ്ട്. കാരണം അവരാ എല്ലാവരും അറിയപ്പെടുന്ന അങ്ങനെയാണെന്നാണ്. അത് പോട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ തന്നെ അവരെ അച്ഛൻ വിളിക്കുന്നത് മന്ത്രി എന്നാണ് വിളിക്കുന്നത്. അവരെ നാട്ടുകാരെ ഇപ്പൊ മുമ്പേ അവർ വിളിക്കുന്നത് MLA എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ MLA ആവുന്നതിന് മുമ്പ് MLA ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അച്ഛൻ മുൻകൂട്ടി പ്രവചിച്ചു എന്നാണ് പറയുന്നത്. പണ്ട് മുതലേ അവർ മന്ത്രി ആകുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചു. അല്ല, അതിനെക്കുറിച്ച് ഞാനൊന്നും സത്യത്തിൽ പറയുന്നില്ല. പക്ഷെ ഒറ്റക്കാര്യവും പറയുന്നേ ഉള്ളൂ. അത് എനിക്ക് പറയാൻ വാക്കുകളില്ലാഞ്ഞിട്ടല്ല, പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അതെനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് വിട്ടേക്ക്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ അഞ്ജലിക്കൊക്കെ പറ്റിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അഞ്ജലി ഒരു തവണ ഒരു പ്രസ്താവന നേരെ ഫോൺ നോക്കിയിട്ടൊരു പ്രസ്താവന വായിച്ചു. ആ വായിച്ചതാണ് എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത്. അത് സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുമെന്നാണ്. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ അത് BJPയുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചേക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖറും നമ്മുടെ കേരളത്തിന് സ്കൂളിൽ പോയിട്ടില്ല, ഈ പറയുന്ന അഞ്ജലിയും പോയിട്ടില്ല. അതുകൊണ്ട് ഇവർക്കാർക്കും അറിയാൻ പാടില്ല. എനിക്ക് ചൊറ്റക്കാര്യം പറയാനുള്ളത്, ഇവിടെ നേരത്തെ തന്നെ ഇംഗ്ലീഷ് മീഡിയമൊക്കെ തുടങ്ങി, മനസ്സിലായ. പിന്നെ ഗ്യാസ് കൊടുത്തു മറ്റേ പള്ളുരുത്തിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്, പ്രിയപ്പെട്ട അഞ്ജലി ഇതൊരു തമാശയായിട്ട് കണ്ടാൽ മതി, കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്, അഞ്ജലി ഒരു വീട്ടിൽ ചെന്നു.
ആ വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അച്ഛൻ മരിച്ചിട്ടാണ് ചെല്ലുന്നത്. അച്ഛൻ മരിച്ചു ചെന്നപ്പോഴേക്കും ഇവർ അവിടെ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോരാൻ നിൽക്കുമ്പോൾ ഈ പറയുന്ന മകള് പുറകെ ഓടിയെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മകള് പറയുമോ എന്ന് എനിക്കറിയില്ല. അതായത് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പുറകെ ഓടി വന്നിട്ട് സ്ഥാനാർത്ഥിയോട് പറഞ്ഞു അച്ഛൻ നാളുകൾ എണ്ണി കഴിയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളുകൾ എണ്ണി കഴിയായിരുന്നു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മരിക്കാനാണത്. അല്ല, മരിക്കാനല്ല, 9-ാം തീയതി വോട്ട് കൊടുക്കുന്നതിനുണ്ട് അഞ്ജലിക്ക് ഒരു വോട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം നാളുകൾ എണ്ണി കഴിയുകയായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ കഴിയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും വലിയ പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ ഒരു അച്ഛൻ നാളുകൾ എണ്ണി കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, അതുപോലെ തൃപ്പൂണിത്തുറക്കാർക്ക് കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും അഭിനയിക്കണമല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് കൂടെ നിൽക്കുകയാണ് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്. അതിന് താഴെ വന്നൊരു കമന്റ് എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. ഇത് ലൈറ്റർ നോട്ടിൽ മാത്രം എടുക്കണം എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതിന് താഴെ വന്നൊരു കമന്റ്, അങ്ങനെ ഒരു ഒറ്റ കമന്റ് ഇതാണ്, അത് ശരി അപ്പൊ ഉണ്ടായിരുന്ന ആ വോട്ട് പോയി എന്നുള്ളതാണ് ഒരു കമന്റ്. രണ്ടാമത്തെ കമന്റ് എന്ന് പറയുന്നത് ദൈവം, രണ്ടാമതൊരു കമന്റ് റീലാണ്, എനിക്ക് കണ്ടിട്ട് ചിരിയോണ്ടാണ്. രണ്ടാമത്തെ കമന്റ് എന്ന് പറയുന്നത് ദൈവത്തിന് അറിയാലോ കാര്യം എന്താണ്, അതുകൊണ്ട് ദൈവം ആ പാപം ചെയ്യാൻ സമ്മതിച്ചില്ലെന്നാണ്. അത് പുള്ളി വിളിച്ചതാണ്. അപ്പൊ മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയരുത്. പക്ഷെ എന്താണെങ്കിലും എനിക്ക് ആ ആളാരാണ്, ആ മകളാരാണ് എന്നറിയാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇത് വളരെ ഒരു ലൈറ്റർ സെൻസിൽ എടുക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമഡികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ 2026 തെരഞ്ഞെടുപ്പ് വളരെ മരുഭൂമി പോലെ ഉഷരമായി പോയാലേ. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് കിറ്റക് സാബുവിനോടാണ്, എൻ്റെ പ്രിയപ്പെട്ട സാറായിട്ടുള്ള സുഹൃത്തുമായിട്ടുള്ള കിറ്റക് സാബുവിനോടാണ്. രണ്ടാമത്തെ എൻ്റെ നന്ദി BJPയുടെ നേതൃത്വത്തോടാണ്. കാരണം BJP റോബിൻ രാധാകൃഷ്ണനെയും പിന്നീട് വിവേക് ഗോപനെയും ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സീരിയൽ താരമായിട്ടുള്ള വിവേക് ഗോപനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ടുണ്ട്. വിവേക് ഗോപനെ താങ്കൾക്ക് അറിയായിരിക്കുമല്ലോ, മറ്റേ ഏതാണ് ഒരു സിനിമയില് മറ്റേ നമ്മുടെ മാതൃഭൂമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരെ അഭിനയിച്ചിരുന്നില്ല. ആ സീരിയലിന്റെ ഏറ്റവും അവസാനം കണ്ട് ഞാൻ അമ്പരന്ന് പോയി. കാരണം എന്ന് വെച്ചാൽ വയറിൽ ബോംബ് കഴിച്ചിട്ട് ഇവര് ഓടി മറ്റേ ദൂരെ കടലിൽ ചെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്, ബോംബ് ഗുളിക എന്നാണ്ടും ഒക്കെ കഴിച്ചിട്ട്. മനസ്സിലായി? സത്യത്തിൽ അത് കണ്ടപ്പോഴും എനിക്ക് ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവേക് ഗോപനും അതുപോലെ ഗായത്രിയും കൂടിയിട്ടാണ് IPS കാരിയായിട്ടുള്ള 2 പേര് ഗുളിക കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പരസ്പരം എന്ന് പറയുന്ന സീരിയലിലാണ്. എനിക്കറിയില്ല, അപ്പൊ പറഞ്ഞു തന്നെ നന്നായി ഹിറ്റായിരുന്നു. സത്യത്തിൽ ആ ഒരു ഗുളിക ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നി ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രചരണം കണ്ടപ്പോൾ എന്നുള്ളതാണ്. പകരം ഞാൻ ഏതെങ്കിലും മരുഭൂമി പോയി ഞാൻ എന്ത് ചെയ്തേരെ, പൊട്ടിത്തെറിച്ചേരെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.